എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് ട്രാൻസ്ഫർ ന്യൂസുകളും അതുപോലെ തന്നെ കുറച്ച് റൂമേഴ്സൊക്കെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു 2 ദിവസം കൊണ്ട് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി മാർക്കസ് റാഷ്ഫോർഡ് ടു ബാഴ്സലോണ എന്നുള്ളത് ഹെർവിഗോ റിപ്പോർട്ട് ചെയ്തേക്കാണ്. അതുപോലെ തന്നെ ഇന്ന് ലിവർപൂളിന് വേറൊരു സൈനിങ്ങും പാടെ നമ്മൾ കണ്ടു. എക്കിറ്റിനെ ലിവർപൂൾ സൈനിങ് നമ്മൾ കണ്ടു. അപ്പം ഈ ഒരു സമ്മർ എന്ന് പറയുന്നത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം എവിടുന്നോ ഫ്രീ ആയിട്ട് പൈസ കിട്ടിയ വരയ്ക്കത്തെ ഒരു സംഭവമാണ്. കാരണം നമ്മൾ ഇതുവരെയും കാണാത്തൊരു ലിവർപൂളിനാകും ഈ ഒരു സമ്മറിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം അതായത് ലിവർപൂൾ കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ച, ഇങ്ങനത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് റയറാണ്. അതായത് ലിവർപൂളിനെ പോലത്തെ ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത്, ലിവർപൂൾ എന്ന് പറയുന്നത് സാധാരണ വളരെ പിശുക്കി ചിലവാക്കുന്ന ഒരു ടീമാണ്. പക്ഷേ അവിടെ വേർഡ്സിനെ തന്നെ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഹ്യൂജ് സൈനിങ് ആയിക്കാണ്ട് കൊണ്ടുവരാൻ നമ്മൾ കണ്ടു. അതിനുശേഷം ഫ്രിംപോങ്ങിനെ ഈ അർണോൾഡിനെ റീപ്ലേസ് ചെയ്യാൻ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ പെക്കിറ്റിനെ സൈൻ ചെയ്തു. അങ്ങനെ ഒരു ഹ്യൂജ് സമ്മറാണ് ഈ ഒരു ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം റാഷ്ഫോർഡ് വന്നതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ ഈ ലൂയിസ് ഡിയാസ്, നിക്കോ വില്യംസ്, അതുപോലെ തന്നെ ഈ ഒരു റാഷ്ഫോർഡ്, ഇതിൽ പറഞ്ഞാൽ ബാഴ്സ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് നിക്കോ വില്യംസിനാണ്. അതുകൊണ്ട് തന്നെ നിക്കോ വില്യംസിനാണ് ആദ്യം ബാഴ്സ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ നിക്കോ വില്യംസ് ബാഴ്സനെ ചാമ്പ്യൻ ഒരു കാഴ്ച നമ്മൾ കണ്ടു. അവിടെ ഒക്കെ ഏകദേശം ഡീല് ഡണ്ണായി നിൽക്കുന്ന ടൈമിലാണ് നിക്കോ വില്യംസ് ഈ ഒരു അത്ലറ്റിക് ക്ലബ്ബിൽ കോൺട്രാക്റ്റ് പുതുക്കിയത് 2031 വരെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. അതിനുശേഷമാണ് ഈ ഒരു ബാഴ്സൻ്റെ കണ്ണ് റാഷ്ഫോർഡിലേക്ക് പോയത്. ലൂയിസ് ഡിയാസിൻ്റെ ഇതിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ ഡിയാസിന് കുറച്ചുകൂടി ഈ ഒരു ലിവർപൂളിന് മണി ആസ്ക് ചെയ്യണോണ്ടാകാം ആ ഒരു ശ്രമം ഉപേക്ഷിച്ചത്. പിന്നെ ഡിയാസിന് വേണ്ടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ബയണും കൂടി ഉണ്ട്. അപ്പോൾ ബയണിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബയൺ പോണതൊക്കെ റിജക്റ്റഡ് എന്നാണ്. പല പ്ലേയേഴ്സിനും ബയൺ ഓൾറെഡി കോൺടാക്ട് ചെയ്തു. പക്ഷേ എല്ലാവരും ബയണിനെ റിജക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഈ ഒരു ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം റാഷ്ഫോർഡിൻ്റെ ആ ഒരു സൈനിങ് നടന്നേക്കാണ്. അതുകൊണ്ട് തന്നെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു നമുക്കറിയാം ഈ ഒരു റയലിലും ഈ ഒരു ബാഴ്സയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇംഗ്ലീഷ് പ്ലേയേഴ്സ് സാധാരണ കമ്മിയാണ്. പക്ഷേ റയലിനെ സംബന്ധിച്ചിടത്തോളം 2023 വെല്ലിംഗാമിനെ സൈൻ ചെയ്തു. ഇപ്പം ഈ സമ്മറിൽ നമ്മൾ കണ്ടു അർണോൾഡ് വന്നു. അങ്ങനെ 2 ഇംഗ്ലീഷ് പ്ലേയേഴ്സ് റയലിൻ്റെ സ്ക്വാഡിലുണ്ട്. പക്ഷേ ബാഴ്സക്കാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാനൊരു മടി ഉണ്ടായിരുന്നത്. പക്ഷേ അതും ഈ ഒരു കാലങ്ങൾക്ക് ശേഷം ഒരു ഏകദേശം ഒരു 20-25 ആ ഒരു ഇയർ ഉണ്ടാവും. ഒരു 20 വർഷം എന്തായാലും ഉണ്ടാവും ഗ്യാപ്പ്. അതിന് ശേഷം ഒരു ഇംഗ്ലീഷ് പ്ലെയറിനെ ബാഴ്സ സൈൻ ചെയ്തിട്ടുണ്ടാകുക. അങ്ങനത്തെ ഒരു സംഭവമാണ് ഒരു റാഷ്ഫോർഡിൻ്റെ സൈനിങ്ങിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും റാഷ്ഫോർഡ് ഫ്ലിക്കിൻ്റെ അണ്ടറിൽ തിളങ്ങുമെന്ന് ചോദിച്ചാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എന്തായാലും നല്ല രീതിയിൽ ക്ലിക്കാകാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. പക്ഷേ റാഷ്ഫോർഡിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മിന്നി കത്തുന്ന ലൈറ്റിൻ്റെ വരിക്കാണ്. അത് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മറ്റൊരു ഇതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറേ മുന്നേ നടന്നിട്ടുള്ള സംഭവമാണ് ഈ ഒരു ആൽവാരോ കറേറസ് എന്ന് പറയുന്ന ഈ ഒരു റയൽ മാഡ്രിഡിന്റെ ലെഫ്റ്റ് ബാക്കിനെ കുറിച്ചിട്ടാണ്. നമ്മൾ അതിനെക്കുറിച്ച് എന്തും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഈ വീഡിയോയിൽ അതുകൂടി പറയാണ്. അപ്പോൾ ഇതോടുകൂടി ഇപ്പം റയൽ മാഡ്രിഡിന് 3 ലെഫ്റ്റ് ബാക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്ന് മെൻഡി, ഒന്ന് ഫ്രാങ്ക് ഗാർസിയ, ഒന്നിപ്പോൾ കറേറസ്. ഇതിലിപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാബിൻ്റെ 11 ചാൻസ് കൂടുതൽ കറേറസിനാണ്. പക്ഷേ നമുക്കറിയാം ഈ ഒരു വേൾഡ് കപ്പിലിപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്രാങ്ക് ഗാർസിയ എന്ന് പറയുന്ന പ്ലെയർ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും മെൻഡി ഈ ഒരു ക്ലബ്ബ് വിടേണ്ട സാഹചര്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതുപോലെ തന്നെ റയലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈയിടെ ഈ ഒരു റോഡ്രിഗോൻ്റെ കാര്യമാണ്. റോഡ്രിഗോ ഈ ഒരു സമ്മറോട് കൂടി റയൽ വിടും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വരുന്ന റൂമേഴ്സ് എന്ന് പറയുന്നത്. കാരണം റോഡ്രിഗോക്ക് അത്ര പ്ലേയിങ് ടൈം ഇല്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു വേൾഡ് കപ്പിൻ്റെ ലാസ്റ്റ് മാച്ചസ് നോക്കിയാൽ മതി, വലിയൊരു ചാൻസ് റോഡ്രിഗോക്ക് കിട്ടിയിട്ടില്ല. ഏകദേശം 20-25 മിനിറ്റിനുള്ളിലാണ് 4-5 മത്സരത്തിൽ നിന്ന് റോഡ്രിഗോക്ക് ആകെ കൂടി കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു റോഡ്രിഗോനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ലീവിയൽ മസ്റ്റാണ്. റോഡ്രിഗോക്ക് വേണ്ടി മാർക്കറ്റിലുള്ള 2 ക്ലബ്ബ് എന്ന് പറയുന്നത് ആഴ്സണലും ചെൽസിയാണ്. പക്ഷേ ഇന്നലെയൊക്കെ ആയിട്ട് വളരെയധികം റൂമർ വരുന്നുണ്ട്. അതായത് ഈ ഒരു ബാഴ്സയ്ക്ക് റോഡ്രിഗോനെ സൈൻ ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ഹാപ്പൻ ആകും എന്നുള്ളത് എനിക്കത്ര ഇതില്ല. കാരണം റോഡ്രിഗോ ആണ് എന്തായാലും റയൽ വിടുകയാണെന്നുണ്ടെങ്കിൽ ബാഴ്സയിൽ എന്തായാലും റോഡ്രിഗോ ജോയിൻ ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അതുപോലെ തന്നെ റയൽ മാഡ്രിഡിനെ ചുറ്റിപ്പറ്റി കേൾക്കുന്ന മറ്റൊരു ന്യൂസാണ്, നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസാവും, അടുത്ത സമ്മറിൽ ഇബ്രാഹിം കൊനാറ്റിനെ ഫ്രീ ഏജൻ്റ് ആയിക്കാണ്ട് റയൽ മാഡ്രിഡ് സൈൻ ചെയ്യുന്നുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കണ്ടൊരു ന്യൂസാണ്, ഇത് അത്ര കാര്യത്തിലെടുക്കേണ്ട, ഈ ഒരു റയൽ മാഡ്രിഡും ലിവർപൂളും ഒരു ഇതിലെത്തി എന്നുള്ളത്. അതായത് ഈ ഒരു റയൽ മാഡ്രിഡ് ചോദിച്ചു ലിവർപൂൾ ഇപ്പോൾ ഈ ഒരു സമ്മറിൽ ഈ ഒരു ഇബ്രാഹിം കൊനാറ്റിനെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവരെത്രയാണ് ആസ്ക് ചെയ്യണമെന്നുള്ള ആസ്കിങ് പ്രൈസ് എത്രയാണെന്നുള്ളത് ചോദിച്ചു. പക്ഷേ
ഇതിൽ റയൽ മാഡ്രിഡ് എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലായതുകൊണ്ട് തന്നെയാവും മിക്കവാറും അടുത്ത സമ്മറിൽ ഫ്രീ ആയിട്ട് കൊണ്ടുവരാനാവും റയൽ മാഡ്രിഡ് നോക്കുക. ഫ്രീ ഏജൻ്റ് ആയിക്കാണ്ട് ഇതാക്കാൻ നോക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ഇബ്രാഹിം കൊനാറ്റനെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വില്യം സാലിബനെ കൺസിഡർ ചെയ്തേക്കാന്നുള്ളത് ഈ ഒരു ഇതിൽ പറയേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സൈനിങ്സ് ഒക്കെ ഈ ഒരു ക്ലബിനൊക്കെ ഹെൽപ്പ് ചെയ്യുമോ, അതുപോലെ തന്നെ ഏതെങ്കിലും സൈനിങ്സ് പക്ക ഫ്ലോപ്പായി പോകുമെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.